പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ. 15 വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ്, സാനിറ്ററി വെയർ, ചെട്ടിയറമ്മൽ, വണ്ടൂർ. സംസ്ഥാന സർക്കാരിന്റെ ഫണ്ട് വിഹിതം വൈകുന്നതിനെതിരെ പോരൂർ ഗ്രാമപഞ്ചായത്തിൽ പ്രതിഷേധം. ബജറ്റ് വിഹിതമായി ലഭിക്കേണ്ട 3ാം ഗഡു അനുവദിക്കാത്തതിൽ പ്രതിഷേധിച്ച് പഞ്ചായത്ത് മെമ്പർമാരുടെയും UDF പ്രവർത്തകരുടെയും നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ പ്രതിഷേധ വലയം തീർത്തു. അടിയന്തരമായി ഫണ്ട് അനുവദിക്കണമെന്ന ആവശ്യമുയർത്തി നടന്ന പ്രതിഷേധം പ്ലാനിംഗ് കമ്മിറ്റി വൈസ് ചെയർമാൻ P. ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ പഞ്ചായത്ത് ഫണ്ട് തരാതെ മുരടിപ്പിക്കും. കേരളത്തിലെ സർക്കാര് LDF സർക്കാര് വഞ്ചനയാണ് സർക്കാര്. ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ച ഇലക്ഷൻ നേരിടുന്നതായതുകൊണ്ട് മെയിന്റനൻസ് ഗ്രാന്റ് കിട്ടി. ഇലക്ഷൻ ഇല്ല എങ്കിൽ അതും കിട്ടാത്ത ഒരവസ്ഥയായിരുന്നു കേരളത്തിൽ ഉണ്ടാകുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, കേരളത്തെ മുച്ചൂടും മുടിച്ച ഒരു ഗവൺമെന്റ്. ഞാൻ കഴിഞ്ഞ ദിവസം കോഴിക്കോട് നിന്ന് ഇങ്ങോട്ട് യാത്ര ചെയ്യുമ്പോ എല്ലാ തലങ്ങളിലും 130 കോടി രൂപ ചെലവാക്കി പിണറായി വിജയന്റെ തല വെച്ച് പരസ്യം നടത്തുന്ന ഈ ഗവൺമെന്റ് പാവപ്പെട്ടവർക്ക് കൊടുക്കേണ്ട, കൃഷിക്കാർക്ക് കൊടുക്കേണ്ട ആനുകൂല്യങ്ങൾ, ക്ഷീരകർഷകർക്ക് കൊടുക്കേണ്ട ആനുകൂല്യങ്ങൾ, ആ ആനുകൂല്യങ്ങളൊക്കെ പാവപ്പെട്ട പഞ്ചായത്ത് വഴി വിതരണം ചെയ്യുന്ന എല്ലാ ആനുകൂല്യങ്ങളും തടഞ്ഞു വെക്കുന്ന ഒരു ഗവൺമെന്റായി ഇത് മാറിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ പഞ്ചായത്ത് മെമ്പർമാർ അവസാന ദിവസം, അവർക്കറിയാം അതിന്റെ ബുദ്ധിമുട്ട്. ഇവിടുത്തെ പാവപ്പെട്ട കോൺട്രാക്ടർമാർ ഉൾപ്പെടെയുള്ള ആളുകൾ ബില്ലിന് വേണ്ടി കാത്തു നിൽക്കുകയാണ്. സാധാരണ ഈ ഗവൺമെന്റ് ചെയ്തിരുന്നത് ബില്ല് ക്യൂ ലിസ്റ്റിലാക്കും. ആ ക്യൂ ലിസ്റ്റ് അടുത്ത ഏപ്രിലെങ്കിലും കൊടുക്കാനുള്ള ഒരു സംവിധാനം ചെയ്യുമായിരുന്നു. ഇപ്രാവശ്യം അതുമില്ല. കാരണം ഖജനാവിൽ ഒരു പണം പോലും ഇല്ലാതെ മുഴുവൻ ഗവൺമെന്റിന്റെ PR വർക്കിന് വേണ്ടി ചെലവാക്കിയ ഒരു ഗവൺമെന്റാണ്. ദൂരത്തിന് വേണ്ടി ചെലവാക്കിയ ഗവൺമെന്റാണ്. പാവപ്പെട്ടവരുടെ ആനുകൂല്യം നഷ്ടപ്പെടുത്തിയ ഗവൺമെന്റാണ്. ഇനി ആ പരസ്യം കൊണ്ടുവന്നാലും മറ്റാരുണ്ട് LDF അല്ലാതെ എന്ന പരസ്യം ഞങ്ങൾക്ക് ചോദിക്കാറുണ്ട്. കേരളത്തിലെ ജനകീയ ആസൂത്രണവും അതുപോലെ തന്നെ പഞ്ചായത്ത് രാജും വന്നതിന് ശേഷം ഇതുപോലെ ഫണ്ട് വെട്ടിക്കുറച്ച ഒരു ഗവൺമെന്റ് ഉണ്ടായിട്ടില്ല. അതന്നെയാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്. മറ്റാരുണ്ട് LDF ഗവൺമെന്റ് അല്ലാതെ? സംസ്ഥാനത്തുടനീളമുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നത്. പോരൂർ പഞ്ചായത്തിന് മാത്രം ലഭിക്കാനുള്ളത് 2 കോടിയിലധികം രൂപയാണ്. SCP ഗ്രാന്റ്, ജനറൽ പർപ്പസ് ഗ്രാന്റ് എന്നിവയുടെ 3ാം ഗഡു സർക്കാർ ഇതുവരെ അനുവദിച്ചിട്ടില്ല. ഇതിനെതിരെയാണ് ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരുടെ നേതൃത്വത്തിൽ UDF പ്രവർത്തകർ പ്രതിഷേധവുമായി രംഗത്തിറങ്ങിയത്. സംസ്ഥാനത്തെ 1200ഓളം തദ്ദേശ സ്ഥാപനങ്ങൾക്കായി ഏകദേശം 2150 കോടി രൂപയാണ് സർക്കാർ തടഞ്ഞുവച്ചിരിക്കുന്നത്. ലൈഫ് ഭവന പദ്ധതിയുടെ 2ാം ഗഡുവിൽ നിന്നും പലിശ ഇനത്തിൽ ലഭിക്കേണ്ട തുക പോലും സർക്കാർ അട്ടിമറിച്ചതായും 2017 മുതൽ നിലനിന്നിരുന്ന ഫണ്ട് ക്യാരി ഓവർ ചെയ്യുന്ന രീതി നിർത്തലാക്കിയതായും പ്രതിഷേധക്കാർ ആരോപിക്കുന്നു. ഫണ്ട് അനിശ്ചിതമായി നീളുന്നതോടെ ഈ വർഷത്തെ 1.54 കോടിയിലധികം വരുന്ന ബില്ലുകൾ മുടങ്ങുന്നതിനും അടുത്ത വർഷത്തെ പദ്ധതി പ്രവർത്തനങ്ങളെ പ്രതികൂലമായി ബാധിക്കുന്നതിനും കാരണമാകും. പഞ്ചായത്ത് പ്രസിഡന്റ് KK പുഷ്പവല്ലി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K. അമൃത, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇബ്രാഹിം കുന്നുമ്മൽ, UDF ഭാരവാഹികളായ KT റഷീദ്, M. വേലായുധൻ, അയ്യൂബ് ഖാൻ, അഡ്വക്കേറ്റ് ഷാം എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പോരൂർ. അത്യാധുനിക സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്ത്യൻ ബേക്സ്, ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ, മഞ്ചേരി റോഡ്, വണ്ടൂർ.